ഏഴാം അറിവിന് ശേഷം AR മുരുകദോസ് അക്ഷയ് കുമാറിനെ വെച്ചൊരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാണ്. അങ്ങനെ ഒരു സ്റ്റോറിയൊക്കെ സെറ്റ് ആക്കിയിട്ട് അക്ഷയ് കുമാറിൻ്റെ അടുത്ത് പോയിട്ട് മുരുകദോസ് സ്റ്റോറി നരേറ്റ് ചെയ്യുന്നു, പ്രൊജക്റ്റൊക്കെ സൈൻ ചെയ്യുന്നു, ഏകദേശം എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ അപ്പോൾ അക്ഷയ് കുമാറിന് ഡേറ്റ്സ് ഉണ്ടായിരുന്നില്ല. സോ മുരുകദോസ് അക്ഷയ് കുമാറിൻ്റെ ഡേറ്റ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആ സമയത്താണ് തമിഴിൽ വിജയ് മണിരത്നം കൊണ്ടൊരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ആ സിനിമ പെട്ടെന്ന് ഡ്രോപ്പ് ആവുന്നു. അങ്ങനെ വിജയുടെ അച്ഛനായിട്ടുള്ള SC ചന്ദ്രശേഖർ AR മുരുകദോസിനെ വിളിച്ചിട്ട് പറയണം, പിന്നെ വിജയുടെ ഡേറ്റ്സ് ഫ്രീ ആണ്, അപ്പോൾ എന്തെങ്കിലും കഥ ഉണ്ടെന്നുണ്ടെങ്കിൽ വിജയുടെ അടുത്ത് നരേറ്റ് ചെയ്യാം എന്ന് പറയണം. അപ്പോൾ മുരുകദോസ് കിട്ടിയ ചാൻസ് പാഴാക്കണ്ട എന്നുള്ള രീതിയിൽ വിജയുടെ അടുത്ത് ചെന്നിട്ട് കഥ പറയുന്നു. സോ അക്ഷയ് കുമാറിനോട് പറഞ്ഞ് ഓക്കെ ചെയ്ത് വെച്ചിട്ടുള്ള, പക്ഷേ അക്ഷയ് കുമാർ ഡേറ്റ്സ് കിട്ടാതിരുന്നത് കൊണ്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റോറി ചെന്നിട്ട് വിജയുടെ അടുത്ത് പറയാണ്. വിജയ്ക്ക് ആ സിനിമ വളരെയധികം ഇഷ്ടപ്പെടുന്നു. അങ്ങനെ വിജയ് ആ സിനിമ ചെയ്യാം എന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടാകുന്ന സിനിമയാണ് തുപ്പാക്കി. 2012 ദീപാവലിക്ക് റിലീസായിട്ടുള്ള തുപ്പാക്കി വിജയുടെ കരിയറിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾക്ക് ശേഷം മെല്ലെ മെല്ലെ തിരിച്ചു വന്നുകൊണ്ടിരുന്ന വിജയ്ക്ക് തുപ്പാക്കി വളരെ വലിയൊരു ബൂസ്റ്റാണ് വിജയുടെ കരിയറിൽ നൽകിയിട്ടുള്ളത്. വിജയുടെ കരിയറിലെ ആദ്യത്തെ 100 കോടി സിനിമയായിരുന്നു തുപ്പാക്കി. ഇന്ന് വിജയ് പൊളിറ്റിക്സിലോട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് വിജയുടെ ആ സിനിമ കരിയറിനെ തുപ്പാക്കി എന്ന് പറയുന്ന ഒരു റെഫറൻസ് വെച്ചാണ് പൊതുവെ പറയാറ് പോലും. അത്രത്തോളം വിജയുടെ ജീവിതത്തിൽ തുപ്പാക്കി എന്ന് പറയുന്ന സിനിമ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും തന്നെ വളരെ ലെജൻഡ്സ് ആയിട്ടുള്ള മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളാണ്. AR മുരുകദോസ്, മ്യൂസിക് ആണെന്നുണ്ടെങ്കിൽ ഹാരിസ് ജയരാജ്, സിനിമാറ്റോഗ്രാഫി സന്തോഷ് ശിവൻ, എഡിറ്ററായിട്ട് ശ്രീകർ പ്രസാദ്. അതുകൊണ്ട് തന്നെ സിനിമയിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സും ഡീറ്റെയിൽസും ഉണ്ട്. ഇതിൽ വിജയുടെ കഥാപാത്രമായിട്ടുള്ള ജഗദീഷ് ഒരു DIA ഏജന്റാണ്. ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയിലുള്ള ഒരു ഏജന്റായിട്ടാണ് ജഗദീഷ് ഈ സിനിമയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ ഇന്റലിജന്റ് ആയിട്ട് സൈലന്റ് ആയിട്ടാണ് ചെയ്യുന്നത്. മറ്റ് കൊമേഴ്ഷ്യൽ സിനിമകളിലെ പോലത്തെ ഒരുപാട് ഓവർ ദ ടോപ്പ് ഹീറോയിക് എലവേഷൻസോ നായികയും നായകന്റെ ഫ്രണ്ടും അല്ലെങ്കിൽ വില്ലനും ഒക്കെ ചേർന്നിട്ട് നായകനെ ഓവറായിട്ട് ബിൽഡപ്പ് ചെയ്യുന്ന ഡയലോഗ്സോ ഒന്നും തന്നെ സിനിമയിലില്ല. ജഗദീഷ് ചെയ്യുന്ന കാര്യങ്ങളിലൂടെ തന്നെ ഒരു ഇന്റലിജന്റ് ഏജന്റ് ആണെന്നുള്ളത് പ്രവൃത്തിയിലൂടെ തന്നെ കാണിക്കുകയാണ് സിനിമ ചെയ്യുന്നത്. അത് സിനിമയുടെ വളരെ വലിയൊരു പോസിറ്റീവാണ്. മാത്രമല്ല ഹീറോയെ അനാവശ്യ ബിൽഡപ്പ് കൊടുക്കുന്നതിന് പകരം കളിയാക്കുന്ന സീനുകളും പല സ്ഥലത്തും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് ആ ഒരു ക്യാരക്ടറൈസേഷൻ കാണുന്ന പ്രേക്ഷകർക്ക് കൂടുതൽ ഉൾക്കൊള്ളാനും കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് തോന്നാനും വേണ്ടിയിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ ടെററിസ്റ്റ് എസ്കേപ്പ് ആവുന്ന സമയത്ത് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവനെ പിടിക്കുന്നതും, അതേപോലെ മാപ്പ് യൂസ് ചെയ്തിട്ട് ആ ബോംബ് വെച്ച 12 സ്ഥലങ്ങൾ കണ്ടുപിടിക്കുന്നതും, 12 മാൻ ഷൂട്ടൗട്ട് നടത്തുന്നതും, അതിൽ നിന്നുള്ള ക്ലൂസ് വെച്ചിട്ട് വില്ലൻ ഇങ്ങോട്ട് തേടി വരുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കുന്നതും, പെറ്റ് ഡോഗിനെ വെച്ചിട്ട് അനിയത്തിയുള്ള സ്ഥലം കണ്ടുപിടിച്ച് ടെററിസ്റ്റ് ഗ്യാങ്ങിന്റെ അടുത്ത് പോകുന്നത്, ഇതൊക്കെ കാണിക്കുന്നതിലൂടെ ജഗദീഷ് അത്രത്തോളം ഇന്റലിജന്റ് ആണെന്നും അതേസമയം മറ്റ് ക്യാരക്ടേഴ്സ് കളിയാക്കുകയും ഇൻട്രൊഡക്ഷൻ ഫൈറ്റിൽ വിജയ് അടി വാങ്ങുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നതിലൂടെ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ഉണ്ടാകുന്നതുകൊണ്ട് സിനിമ അത് വളരെയധികം ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്. തുപ്പാക്കി ആദ്യം അക്ഷയ് കുമാറിനെ വെച്ച് ചെയ്യാനിരുന്ന ഒരു സ്റ്റോറി ആയതുകൊണ്ട് തന്നെ പൊതുവെ മറ്റ് വിജയ് സിനിമകളിൽ കാണുന്ന ആ ഒരു ടെറൈൻ അല്ല ഈ സിനിമയിലുള്ളത്. അതിൽ നിന്നൊക്കെ മാറിയിട്ട് മുംബൈയിലാണ് കഥ നടക്കുന്നത്. അതൊരു ഫ്രഷ് ഫീൽ സിനിമയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിജയുടെ ലുക്കും ആ ഒരു കോസ്റ്റ്യൂംസും എല്ലാം തന്നെ ഒരു ആർമി ഇന്റലിജന്റ് ഗൈക്ക് സ്യൂട്ട് ആവുന്ന പോലെ തന്നെയാണ് ഇതിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. തുപ്പാക്കി സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് ജഗദീഷ് വെക്കേഷന് വേണ്ടിയിട്ട് ട്രെയിനിൽ വന്ന് ഇറങ്ങുന്നതായിട്ടാണ്. അതേപോലെ തന്നെ സിനിമ അവസാനിക്കുന്നതും ഈ 40 ദിവസത്തെ വെക്കേഷൻ കഴിഞ്ഞ് ആ വെക്കേഷനിൽ ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് ആ ഒരു ദൗത്യം നിർവഹിച്ചതിന് ശേഷം ട്രെയിനിൽ തന്നെ തിരിച്ചു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്സിനെ പറയുന്ന പേരാണ് ബുക്ക് എൻഡിങ് എന്ന് പറയുന്നത്. ബുക്ക് എൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും സെയിം രീതിയിൽ തന്നെയായിരിക്കും അവസാനിക്കുന്നത്. ഇത് സിനിമയ്ക്ക് വളരെ വലിയൊരു കംപ്ലീഷൻ കൊടുക്കും. അതുകൊണ്ട് തന്നെ തുപ്പാക്കി സിനിമയിൽ ഇത്തരത്തിൽ ബുക്ക് എൻഡിങ് ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ സിനിമയ്ക്ക് വളരെ വലിയൊരു കംപ്ലീറ്റ്നെസ് ഉണ്ട്. ഈ സ്ലീപ്പർ സെൽസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നത് ഈ സിനിമയിലൂടെ ആയിരിക്കും. ഇതിൽ ജഗദീഷിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു പോലീസ് ക്യാരക്ടർ ഒരു പ്രേക്ഷകരുടെ ഒരു പ്രതിനിധി പോലെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കാരണം ആ ഒരു പുള്ളി ഡൗട്ട് ചോദിക്കുന്നു എന്താണ് സ്ലീപ്പർ സെല്ല് എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ ജഗദീഷ് മറുപടി പറയുന്നതായിട്ടാണ് സിനിമയിൽ കാണിക്കുന്നത്. തുപ്പാക്കിയുടെ സ്ക്രീൻ പ്ലേയും എഡിറ്റിംഗും എന്ന് പറയുന്നത് വളരെ ട്രിക്ക് ആൻഡ് ടെക്നിക്സ് നിറഞ്ഞിട്ടുള്ള സംഭവമാണ്. പൊതുവെ മറ്റ് സിനിമകൾക്ക് ഒരു സ്ക്രീൻ പ്ലേ പാറ്റേൺ ഉണ്ടാവുമല്ലോ. തുപ്പാക്കിയിൽ അത്തരത്തിലുള്ള ഒരു പാറ്റേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുപ്പാക്കിയിൽ മെയിനായിട്ട് 2 ട്രാക്സ് ആണുള്ളത്. ഒന്ന് പറയുന്ന ഒരു മെയിൻ ട്രാക്ക് ഒരു മിഷൻ, ജഗദീഷിന്റെ മിഷൻ, അതായത് ജഗദീഷ് നാട്ടിൽ വരുന്നു, വെക്കേഷൻ വേണ്ടി നാട്ടിൽ വന്നതിന് ശേഷം സ്ലീപ്പർ സെൽസിനെ കണ്ടുപിടിക്കുന്നു, അവരുടെ മെയിൻ നേതാവിനെ കണ്ടുപിടിക്കുന്നു, അവനെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് ആ ഒരു മെയിൻ ട്രാക്ക് എന്ന് പറയുന്ന ആ ഒരു മെയിൻ മിഷൻ നടക്കുന്നത്. അത് മെയിൻ ട്രാക്ക് ആയിട്ട് കണക്കാക്കാം. രണ്ടാമത്തെ ട്രാക്ക് എന്ന് പറയുന്നത് ഒരു ലവ് ട്രാക്കാണ്. ഈ 2 ട്രാക്കും എങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജഗദീഷ് ട്രാഫിക്കിൽ വെച്ചിട്ട് നിഷയെ കാണുന്ന സമയത്ത് അതിൽ നിന്നുണ്ടാകുന്ന ഒരു സംഭവം വെച്ചിട്ടാണ് പിന്നീട് ബോംബ് ബ്ലാസ്റ്റ് നടക്കുന്നതും അതിനുശേഷം
12 മാൻ ഷൂട്ട് ഔട്ട് നടത്താനുള്ള ആ ഒരു പ്ലാൻ കണ്ടെത്തുന്നതും ഒക്കെ ചെയ്യുന്നത്. ഈ ഒരു ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള സീക്വൻസ് കഴിഞ്ഞിട്ട് വീണ്ടും ഹീറോയിനെ കണ്ടുമുട്ടുന്നു. അലൈക്ക ലൈക്ക പാട്ട് വരുന്നു. വീണ്ടും ആദ്യം കണ്ടെത്തിയ ആ സൊല്യൂഷൻ വെച്ചിട്ട് 12 മാൻ ഷൂട്ട് ഔട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. ആ ഒരു ഇമ്പോർട്ടൻറ്റ് സീക്വൻസ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഹീറോയിനെ കാണിക്കുന്നു. ലവ് ട്രാക്ക് വരുന്നു. അതിനുശേഷം വീണ്ടും ഒരു മ്യൂസിക് വരുന്നു. അപ്പോൾ വരുന്ന മ്യൂസിക്കാണ് ഗൂഗിൾ ഗൂഗിൾ എന്ന് പറയുന്ന സോങ്. അതിനുശേഷം വീണ്ടും ഈ ഒരു സംഭവം ആവർത്തിക്കുന്നുണ്ട്. സെക്കൻഡ് വില്ലനെ അനിയത്തിയെ വെച്ച് കണ്ടുപിടിച്ചതിന് ശേഷം ആ ഒരു സീക്വൻസ് കഴിഞ്ഞിട്ട് വെണ്ണിലവേ എന്ന് പറയുന്ന സോങ് വരുന്നു. ഇതേപോലുള്ള ഒരു സ്ക്രീൻ പ്ലേ പാറ്റേൺ ആണ് തുപ്പാക്കിയുള്ളത്. ഒരു ഇമ്പോർട്ടൻറ്റ് സീക്വൻസ് കഴിഞ്ഞതിന് ശേഷം ഒരു കോമഡി ലവ് ട്രാക്ക് അതൊരു സോങ്ങിലൂടെ അവസാനിക്കുന്നു. ഇതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ പാറ്റേൺ ആണ്. തുപ്പാക്കിയുടെ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് തിങ്കിങ് ഷോട്ട് എന്ന് പറയുന്നത്. അതായത് ഒരു കഥാപാത്രം ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് എന്തൊക്കെ ചിന്തിക്കുന്നു എന്ന് കാണിക്കുന്നതും അത് സ്ക്രീൻ പ്ലേ എഴുതുന്നതുമാണ് ഈ തിങ്കിങ് ഷോട്ട് എന്ന് പറയുന്നത്. ഒരു ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെന്റിൽ ബേസിക്കലി 3 കാര്യങ്ങളാണ് പൊതുവെ ഉണ്ടാവുക. ഒന്ന് പേഴ്സണൽ ആയിട്ടുള്ള ക്യാരക്ടറൈസേഷൻ, പ്രൊഫഷണൽ ആയിട്ടുള്ളത്, സെൽഫ് ആയിട്ടുള്ളത്. ഇതിൽ പല സിനിമകളിലും നമ്മൾ കാണുന്നതാണ് ഒരു കഥാപാത്രത്തിൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത്. അതായത് കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ആ വർക്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതെങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുമ്പോൾ അത് ക്യാരക്ടർ ഡെവലപ്മെന്റിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഫാമിലി, ലവ്, റിലേഷൻഷിപ്പ്, ഇതൊക്കെ കാണിക്കുന്നതിലൂടെ പേഴ്സണൽ ലൈഫിനെ കാണിക്കുന്നതിലൂടെയുള്ള ക്യാരക്ടറൈസേഷൻ ബിൽഡിംഗ് നടക്കുന്നു. അപ്പോൾ ഇതിൽ ഇത്തരത്തിൽ സെൽഫായിട്ട് ജഗദീഷിന്റെ ക്യാരക്ടറൈസേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു 3 തിങ്കിങ് ഷോട്ട്സ് ആണ് സിനിമയിലുള്ളത്. ജഗദീഷ് 3 പ്രധാനപ്പെട്ട പ്രോബ്ലങ്ങൾ ഫേസ് ചെയ്യുന്നതിന് മുൻപ് ഒറ്റയ്ക്ക് സെൽഫായി നിന്ന് പ്ലാൻ ചെയ്യുന്നതും തിങ്ക് ചെയ്യുന്നതുമായിട്ട് കാണിക്കുന്ന 3 ഷോട്ടുകളുണ്ട്. ഇതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ബസ്സിൽ ബോംബ് വെച്ച ടെററിസിനെ പിടിച്ചതിന് ശേഷം 12 അടുത്ത് ബോംബ് വെക്കാനുള്ള പ്ലാൻ കണ്ടുപിടിക്കുന്ന സമയത്ത് ഒരുപാട് നേരം ചിന്തിച്ച് ആ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്ന ആ ഒരു പോർഷനൊക്കെ ഉണ്ടല്ലോ, ആ സമയത്തുള്ള ഷോട്ടാണ് ആദ്യത്തെ തിങ്കിങ് ഷോട്ട് എന്ന് പറയുന്നത്. സോ ഇത് ഇവർ ഷൂട്ട് ചെയ്തതിന് ശേഷം മുരുകദോസിന്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ദൈർഘ്യമുള്ള ഒരു ഷോട്ട് വേണ്ട, പകരം ജസ്റ്റ് ചിന്തിക്കുന്നതായിട്ട് മാത്രം കാണിച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എഡിറ്ററായിട്ടുള്ള ശ്രീകർ പ്രസാദ് ആണ് അത് ഇടപെട്ടിട്ട് അല്ല, അവിടെ കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യണം, തിങ്കിങ് ഷോട്ട്സ് കുറച്ച് ദൈർഘ്യത്തിൽ കാണിക്കണം, അവിടെ ആ ഒരു കഥാപാത്രത്തിന്റെ ക്യാരക്ടറൈസേഷൻ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അത് സഹായിക്കും എന്ന് പറഞ്ഞിട്ട് അത്തരത്തിൽ ചെയ്തത് അവിടെയാണ്. സോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു എഡിറ്ററും ഡയറക്ടറും തമ്മിലുള്ള ആ ഒരു റാപ്പോയിലൂടെ തന്നെയാണ് ഒരു സിനിമ വളരെ പെർഫെക്റ്റ് ആയിട്ട് മാറുന്നത്. ഇനി രണ്ടാമത്തെ തിങ്കിങ് ഷോട്ട് എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടെററിസ്റ്റുകൾ സോൾജിയേഴ്സിന്റെ റിലേറ്റീവ്സിനെയൊക്കെ കിഡ്നാപ്പ് ചെയ്ത സ്ഥലം ട്രേസ് ചെയ്തിട്ട് അങ്ങോട്ട് പോകുന്നതിന് മുൻപ് റെഡി ആവുന്ന ഒരു സീനുണ്ട്. അതാണ് സെക്കൻഡ് തിങ്കിങ് ഷോട്ടായിട്ട് സിനിമയിൽ കാണിക്കുന്നത്. ഇനി മൂന്നാമത്തെ തിങ്കിങ് ഷോട്ട് എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് വില്ലനെ നേരിട്ട് കാണാൻ പോകുന്നതിന് മുൻപ് സ്വന്തം ജീവൻ തന്നെ സാക്രിഫൈ ചെയ്തിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. സോ ആ ഒരു സമയത്ത് തൻ്റെ ഇത്രയും കാലത്തുള്ള സംഭവങ്ങളൊക്കെ ആ ഫോട്ടോയിൽ നോക്കിയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു ഷോട്ട് ഉണ്ട്. സോ ഈ 3 തിങ്കിങ് ഷോട്ട് വളരെ കൃത്യമായിട്ട് കാണിക്കുന്നതിലൂടെ ജഗദീഷിന്റെ ഒരു ക്യാരക്ടറൈസേഷൻ നല്ല രീതിയിൽ തന്നെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമയിൽ സഹായിച്ചിട്ടുണ്ട്. തുപ്പാക്കി സിനിമയിലെ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീക്വൻസ് ആണ് 12 മാൻ ഷൂട്ട് ഔട്ട് എന്ന് പറയുന്നത്. ഇത് മൊത്തം അവർ 14 മണിക്കൂർ ഫൂട്ടേജ് ആണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ശ്രീകർ പ്രസാദ് 7-8 മിനിറ്റ് ആയിട്ട് കുറച്ചിട്ടുണ്ട്. സോ ഇത്തരത്തിൽ കുറയ്ക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ എങ്ങനെയായിരിക്കും ഇത്തരം 14 മണിക്കൂറിൻ്റെ ഒരു ഫൂട്ടേജ് ഒരു 8 മിനിറ്റ് ആയിട്ട് കുറച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റിംഗ് ടെക്നിക്സ് പ്രകാരം അല്ലെങ്കിൽ എഡിറ്റിംഗ് പ്രയോറിറ്റി പ്രകാരം കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇമോഷൻസിനും സ്റ്റോറിക്കും ത്തിനുമാണ്. അതിനുശേഷം വരുന്നതാണ് എന്തെന്ന് പറയുന്നത് അത് എവിടെ നടക്കുന്നു കഥ, അല്ലെങ്കിൽ ആ ഒരു 2 ഡയമെൻഷണൽ 3 ഡയമെൻഷണൽ സ്പേസ്, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ നടക്കുന്നു ആ ലൊക്കേഷൻ എന്നൊക്കെ പറയുന്നത്, കണ്ടിന്യൂറ്റി, ഇതൊക്കെ പറയുന്നത് രണ്ടാമത്തെ അല്ലെങ്കിൽ ലീസ്റ്റ് പ്രയോറിറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ്. സിനിമയിൽ യൂസ് ചെയ്തിട്ടുള്ള മറ്റൊരു ടെക്നിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ് ഡയറക്ഷൻ എന്ന് പറയുന്നതാണ്. അത് പ്രേക്ഷകർ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് ആ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം ആ സമയത്ത് കാണിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ തുപ്പാക്കിയിൽ ആ അനിയത്തിയെ മനഃപൂർവ്വം ടെറസിനെ കൊണ്ട് പിടിപ്പിക്കുന്ന ഒരു സീനുണ്ടല്ലോ, അത് അപ്പം തന്നെ കാണിക്കാതെ മറിച്ച് ആ ഒരു ഫ്രണ്ടായിട്ടുള്ള പോലീസ് ക്യാരക്ടർ നിന്റെ വീട്ടിലുള്ള ആരെങ്കിലും അതേപോലെ കിഡ്നാപ്പ് ചെയ്താലേ അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ എന്ന് പറയുന്ന സമയത്താണ് വിജയ് അത് പറയുന്നതും അതിനുശേഷം ഫ്ലാഷ് ബാക്ക് ആയിട്ടാണ് അനിയത്തെ തട്ടിക്കൊണ്ടുപോകുക അല്ലെങ്കിൽ കിഡ്നാപ്പ് ചെയ്യുന്ന ആ സീന് കാണിക്കുന്നത്. സോ ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണുന്നതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇതേപോലെ തന്നെയാണ് ഫസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് എസ്കേപ്പ് ആവുന്ന ടെററിസ്റ്റിനെ പിടിക്കുന്നത്. ആ ടെററിസ്റ്റ് എവിടെ പോയി എന്ന് ആദ്യം തന്നെ കാണിക്കാതെ പിന്നീട് വിജയ് വീട്ടിലെത്തുന്ന സമയത്ത് കാണിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഓക്കെ ഇത് വിജയ് ആണ് ഇവനെ കൊണ്ടുവന്നിട്ട് കസ്റ്റഡിയിൽ വെച്ചിട്ടുള്ളത് എന്നുള്ളത്. സോ അതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്ന സ്ഥലത്ത് കാണിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണിക്കുന്നത് ഒരു ഇമ്പാക്ട്ഫുൾ ഉണ്ടാക്കും. ഇതിൽ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 2 ട്രാക്സ് ആണല്ലോ മെയിൻ ആയിട്ടുള്ളത്. ഒരു മിഷൻ മെയിൻ ട്രാക്കും അതേപോലെ തന്നെ ലവ് ട്രാക്കും. സോ ഈ മിഷൻ ട്രാക്ക് അല്ലെങ്കിൽ മെയിൻ ട്രാക്കിൽ വളരെ എൻഗേജിങ് ആയിട്ട് കഥ പോകുന്ന സമയത്ത് അതിൻ്റെ ഗ്യാപ്പിൽ ഈ
ലവ് ട്രാക്ക് കാണിക്കുന്നത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെങ്കിലും തുപ്പാക്കി സിനിമ അത് വളരെ പ്രോപ്പറായിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാജലിന്റെ ക്യാരക്ടർ കാരണമാണ് ഈ ഒരു സ്ലീപ്പർ സെൽസിനെ പിടിക്കാൻ പോലും കാരണമായതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഫസ്റ്റ് ട്രാഫിക് സീൻസിൽ ജഗദീഷിന്റെ കീ ഊരിയെടുത്ത് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ജഗദീഷും ഫ്രണ്ടും ബസ്സിൽ പോകുന്നത്. അങ്ങനെയാണ് ആ ഒരു സ്ലീപ്പർ സെല്ലിനെ, ആ ടെററിസ്റ്റിനെ പിടിക്കുന്നത്. ഇതുപോലുള്ള ഒരുപാട് ട്രിക്ക് ആൻഡ് ടെക്നിക്സ് തുപ്പാക്കി സിനിമയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇന്നും സിനിമയിൽ ഐ ആം വെയിറ്റിംഗ് എന്ന് പറയുന്ന ഡയലോഗും അതേപോലെ വിജയ് കാണിക്കുന്ന ഈ ഒരു ആക്ഷനും ഒക്കെ പല സിനിമകളിലും റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാനും കാണിക്കാനും ഒക്കെ ഉണ്ട്. സോ ഇതുപോലെ തുപ്പാക്കിയിൽ ഇനിയും ഒരുപാട് ടെക്നിക്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഈ വീഡിയോയിൽ പറയാത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് പറയാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക.